രചന രാജീഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഈശ ഇന്നലെ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. ജെനി ഡേവിസിനോട് പറഞ്ഞു. ഒക്കെ തലതിരിഞ്ഞാവും അല്ലേടി? അയ്യടാ, എല്ലാം നല്ല പിള്ളേരാ. ആ എനിക്കറിയാം, നിന്റെ എല്ലാ ഫ്രണ്ട്സ്. അപ്പൊ നിന്നെ പോലെയല്ലേ ആവൂ. അമ്മച്ചി, ഓ എന്റെ കുഞ്ഞിന് എന്താണ് കുഴപ്പം? ആളുടെ ചിഹ്നങ്ങൾ കണ്ട് ട്രീസാമ ചിരിയോടെ പറഞ്ഞു. അല്ല അമ്മച്ചി, ഇവിടെ കാണിക്കുമെന്ന് നമുക്കറിയാലോ. ഒന്ന് പോയിച്ചായ. അവൾ അവനെ തള്ളുകൊടുത്ത് അവിടെ നിന്നും പോയി. ട്രീസാമയും ഡേവിയും പരസ്പരം നോയി ചിരിച്ചു. പുത്തൻപുരക്കൽ തറവാട്ടിലെ ചാക്കോയുടെയും ട്രീസാമയുടെയും മക്കളാണ് ഡേവിഡ് ചാക്കോയും ജെനി ചാക്കോയും. ഡേവിഡിന് 20 വയസ്സായപ്പോൾ അപ്പച്ചൻ മരണപ്പെട്ടു. സ്നേഹനിധിയായ അപ്പച്ചന്റെ മരണം കുടുംബത്തെ ആകെ തളർത്തി. പക്ഷേ താൻ തളർന്നു പോയാൽ തന്റെ അമ്മച്ചിയും കൂടപ്പിറപ്പാകെ തകർന്നുപോയെന്ന് മനസ്സിലായ ഡേവിഡ് തന്റെ ദുഃഖം ഉള്ളിലൊതുക്കി അവർക്ക് ആശ്വാസമേകി. പിന്നെ പതിയെ ഡേവിഡ് അവർക്കൊപ്പം നിന്ന് അവരുടെ സങ്കടം മാറ്റിയെടുത്തു. അവന് ജീവനാണ് അമ്മച്ചിയും പെങ്ങളും. അവരുടെ മനസ്സ് വിഷമിക്കുന്നവന് സഹിക്കാനാവില്ല. അമ്മച്ചി, അവരെത്തിയെന്ന് തോന്നണേ. ജെനി അമ്മച്ചിയോട് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. ഹായ് ജെനി. എല്ലാവരും ജെനിയെ കണ്ട് പുഞ്ചിരിച്ചു. അവളും ഹായ്, കയറി എല്ലാരും. അവളെല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴേക്കും അമ്മച്ചി അങ്ങോട്ടേക്ക് വന്നു. ആ കയറി വാ മക്കളെല്ലാരും. അമ്മച്ചി സ്നേഹത്തോടെ എല്ലാവരെയും സ്വീകരിച്ചു. ഇരിക്കടി എല്ലാരും. അവർ ഹാളിലിരുന്നു. അമ്മച്ചി എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവന്നു. ഇതാ മക്കളെ, എല്ലാരും ജ്യൂസ് കുടിക്കേ. എല്ലാവരും ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഡേവിഡ് അങ്ങോട്ടേക്ക് വന്ന്. ആ ഇച്ച, ഇതാ എന്റെ ഫ്രണ്ട്സ്. ജെനി അവരെ ഡേവിഡിനെ പരിചയപ്പെടുത്തി. അവനൊന്ന് മൂളി അകത്തേക്ക് പോയി. നിന്റെ ഇച്ചായനെന്താ ഇത്ര ഗൗരവം? ആരോടും മിണ്ടില്ലേ? ലേ ജെനിയോട് ചോദിച്ചു. ഏയ്, ഇച്ചായൻ പാവാടി. പുറമേ കാണുന്ന ഈ ഗൗരവം മാത്രമേ ഉള്ളൂ. എന്റെ ഇച്ചായൻ അടിപൊളിയാ. അതെയോ? ആനേ. അവർ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ജെനി അവരെ വീടൊക്കെ കാണിച്ചു കൊടുത്തു. ഡേവിച്ചന്റെ റൂമിന് മുമ്പിലെത്തിയപ്പോൾ അവൾ നിന്നു. ഇതാണ് നമ്മുടെ ഒരേ ഒരു ജ്യേഷ്ഠന്റെ മുറി. അവൾ ചിരിയോടെ പറഞ്ഞു. ഓഹോ, ഇതാണോ? കൊള്ളാലോ. പറഞ്ഞുകൊണ്ട് ലേ മുറിക്കകത്ത് കയറാനായി തുടങ്ങി. ഏയ് നിക്ക്, എന്റെ പൊന്നു മോളെ, മുറിക്കകത്തൊന്നും അബദ്ധത്തിൽ പോലും കയറിപ്പോല്ലേ. എന്റെ ഇച്ചായൻ ആള് പാവാണെങ്കിലും പുള്ളിക്കാരന്റെ മുറിയിൽ പുറത്തുനിന്ന് ആരും കയറുന്ന ഇച്ചായൻ ഇഷ്ടമല്ല. ജെനി പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ? എന്നാന്ന് കാണല്ലോ. ലേ രണ്ടും കൽപ്പിച്ച മുറിക്കകത്തേക്ക് കയറി. എന്റെ ലയാ, ഞാൻ പറയുന്നത് കേൾക്ക്. ആദ്യ ദിവസം തന്നെ ഇച്ചാനെ ദേഷ്യം പിടിപ്പിച്ചാൽ പിന്നെ ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നീ വെറുതെ പണി മേടിക്കണ്ട കേട്ടോ, വൃന്ദ പറഞ്ഞു. ലേ പുറത്തിറങ്ങി. പക്ഷെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും വൈകുന്നേരം യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. എന്നാൽ അതിലൊരു കുട്ടിയുടെ പെരുമാറ്റം അമ്മച്ചിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവളുടെ പേരാണ് സാറാ മെർലിൻ. ഒരിടത്തരം കുടുംബത്തിലെ ഒരേ ഒരു മകൾ. അപ്പച്ചനും അമ്മച്ചിയും അവളുടെ കുഞ്ഞുനാളിൽ മരിച്ചു. പിന്നീട് ഒരു അകന്ന ബന്ധുവിന്റെ സംരക്ഷണയിലാണ് സാറ. ജെനിക്ക് അവളെ വലിയ ഇഷ്ടമാണ്. അന്ന് രാത്രി അമ്മച്ചി ജെനിയോട് സാറയെ പറ്റി കൂടുതൽ ചോദിച്ചു. എന്താ അമ്മച്ചി അവളുടെ കാര്യം മാത്രം ഇത്രയും ചോദിക്കുന്നേ? അത് എനിക്ക് ആ കുട്ടി ഒത്തിരി ഇഷ്ടമായി മോളെ. അവളോടൊരു പ്രത്യേക വാത്സല്യം തോന്നുക. എന്താണ് സാറ് കൊച്ചിനെ പുത്തമ്പുറക്കൽ തറവാട്ടിലോട്ട് കൊണ്ടുവരാനുള്ള വല്ല പ്ലാനുണ്ടോ അമ്മച്ചിക്ക്? ആ, അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതില്ല. ആ, ഇതും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലി ഈ ചായന് ഓടിക്കും. പിന്നെ അവനെന്താ സന്യസിക്കാൻ പോവാണോ? ഇപ്പൊ തന്നെ വയസ്സ് 10-36. ആ, എന്തായാലും എനിക്ക് സാറമ്മോൾ ഒത്തിരി ഇഷ്ടമായി. അവൾ ഈ വീട്ടിലേക്ക് വന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനോ അമ്മച്ചി. ജെനി അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. ആ, നമുക്ക് നോക്കാം. നീ പോയി അലക്കിട്ടിരിക്കുന്ന തുണികളൊക്കെ എടുത്തേക്ക്. ഓക്കെ അമ്മച്ചി. അവൾ തുണികളെടുക്കാൻ പോയി. അമ്മച്ചി റൂമിലേക്കും. പിറ്റേന്ന് ജെനി കോളേജിൽ ചെന്നപ്പോൾ ലയ അവൾക്കടുത്തേക്ക് ചെന്നു. ജെനി, എനിക്കിതിനോട് കാര്യം പറയാനുണ്ട്. എന്താടി? അത് നിന്റെ ഇച്ചായൻ്റെ നമ്പർ എനിക്കും തരുമോ? എന്തിനാ നിനക്ക് ഇച്ചായൻ്റെ നമ്പര്? അവൾ സംശയത്തോടെ ചോദിച്ചു. അത് ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതിപ്പോൾ നീ അറിയണ്ട. അതെങ്ങനെയാ ശരിയാവുക? എൻ്റെ ഇച്ചായൻ്റെ നമ്പർ എന്തിനാ നിനക്കെന്ന് ഞാൻ അറിയണ്ടേ? ആദ്യം അത് പറ. അറിഞ്ഞേ പറ്റുമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് നിന്റെ ഇച്ചായനെ ഇഷ്ടമായി. എനിക്ക് ഇച്ചായനെ കല്യാണം കഴിക്കണം. നീ എന്തായാലും ഈ പറയുന്നേ? ഇച്ചായനെ നിനക്ക് കല്യാണം കഴിക്കണമെന്നോ? എന്തേ, കല്യാണം എന്ന വാക്ക് നീ കേട്ടിട്ടില്ലേ? നീ ഇന്നലെ ദിവസം ഇച്ചായനെ കണ്ടപ്പോഴേക്കും നിനക്ക് കല്യാണം കഴിക്കണം തോന്നിയോ? അത് കൊള്ളാലോ. ആളും ചിരിച്ചു, കൂടെയുള്ളവരും ചിരിച്ചു. അതുകൊണ്ട് അവൾക്ക് ദേഷ്യം വന്നു. നിങ്ങളെന്നെ കളിയാക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. ഡേവിഡ് ചായൻ എനിക്ക് വേണം. നീ നമ്പർ തന്നില്ലെങ്കിൽ ഞാനെങ്ങനെ നമ്പർ വാങ്ങും? ഈ ലയ ഒരു കാര്യം വിചാരിച്ചാ അത് നടത്തിയിരിക്കും. അതും പറഞ്ഞ് ആളോടൊന്ന് പോയി. ഇവൾക്ക് ഇതെന്തൊരു വട്ടായോ? കവിത ചോദിച്ചു. ആണെന്ന് തോന്നുന്നു, ജെനി പറഞ്ഞു. ഒപ്പം എല്ലാവരും ചിരിച്ചു. ആളുടെ കാര്യം ജെനി വീട്ടിൽ വന്ന അമ്മച്ചിയോട് പറഞ്ഞു. അല്ലേലും ആ പെങ്കൊച്ചിനെ കണ്ടാലേ അറിയാം അത് ഇത്തിരി വാശിയുള്ള കൂട്ടത്തിലാ. അമ്മച്ചി പറഞ്ഞു. അതങ്ങനെയല്ലേ വരും അമ്മച്ചി. പണത്തിന് മീതെ പിറന്നു വീണവളവള്. അവൾ എന്ത് പറഞ്ഞാൽ അവളുടെ അപ്പനെ അപ്പം തന്നെ വാങ്ങിക്കൊടുക്കും. എന്നും പണം കൊടുത്ത് വാങ്ങുന്ന പോലെ സ്നേഹം വാങ്ങുന്ന അവളുടെ വിചാരം.
അവൾ എന്തേലും കാണിക്കട്ടെ. എന്തായാലും അവളെ പോലെ ഒരു പെണ്ണിനെ ഡേവി ഇഷ്ടപ്പെടില്ല. പിന്നെ മോള് സാറമ്മോളോടൊന്ന് ചോദിച്ചാൽ അവളുടെ മനസ്സറിയുക. ആദ്യം ഇച്ചായൻ്റെ മനസ്സറിയാൻ വെച്ച്, അല്ലാതെ അവളോട് ചോദിച്ചാൽ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ വെറുതെ ആശ കൊടുത്തിട്ട് ഇച്ചായന് ഇഷ്ടമല്ലെങ്കിൽ അവളെ സങ്കടപ്പെടുത്താൻ വയ്യാൻ വെച്ച്. ആ അതും ശരിയാ. എന്തായാലും ഇന്ന് തന്നെ ഞാൻ അവനോട് സംസാരിക്കാം. രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അമ്മച്ചി ഡേവിസിനോട് യുവാക്കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി, ആദ്യം ഇവളുടെ കാര്യം, അത് കഴിഞ്ഞ് ആലോചിക്കാം. അതിനവൾ പഠിക്കല്ലേടാ. മാത്രമല്ല അവൾക്ക് 20 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്ക് ഇപ്പം തന്നെ 26 ഇനിയും കാത്തിരുന്ന പ്രായം കൂടി വരും. എൻ്റെ കാര്യത്തിൽ ഇച്ചായൻ ടെൻഷൻ വേണ്ട. പഠിത്തം കഴിഞ്ഞ് ഇച്ചായൻ കണ്ടുപിടിക്കുന്ന ആളെ ഞാൻ കിട്ടും. ആദ്യം ഇച്ചായൻ്റെ കാര്യം നടക്കട്ടെ. എനിക്ക് കൂട്ടിന് മേഖല ഏടത്തിയമ്മയെ കൊണ്ടുതായോ. എന്നിട്ട് വേണം നിനക്ക് അവളോട് നാത്തവും പോരിറക്കാൻ അല്ലേടി. ഒന്ന് പോ ഇച്ചായ. ഞാൻ പോരൊന്നും ഇറക്കില്ല, പ്ലീസ് ഇച്ചായ. നോക്കാം. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അമ്മച്ചിക്കും ജനിക്കും ഒത്തിരി സന്തോഷമായി. ഇതിനിടയിൽ ഒരു അവധി ദിവസം ജെനിയുടെ വീട്ടിലേക്ക് ലയ വന്നു. അല്ല, താനും തലയോ എവിടെ? അതെന്താ ജെനി, എനിക്കിതിൻ്റെ വീട്ടിലേക്ക് വന്നൂടെ? വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഈ വരവിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ലയൊന്ന് ചിരിച്ചു. അതൊക്കെ നിൽക്കട്ടെ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. ആ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണ് നീ എന്നോട് പറയാഞ്ഞേ? അമ്മച്ചി സുഖാണോ? ആൾ ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു. അവർക്കെന്തോ അസ്വസ്ഥത തോന്നി. ആ ലയോ, എന്താ ഇങ്ങോട്ട്? ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ അമ്മച്ചിയെ കാണാൻ തോന്നി, വന്നു, അത്രേ ഉള്ളൂ. അല്ല, അമ്മച്ചിയൊന്നും ഉണ്ടാക്കിയില്ലേ? എനിക്ക് നല്ല വിശപ്പ്, ഞാനൊന്നും കഴിക്കേണ്ട വന്ന്. ആൾ നേരെ കിച്ചണിലേക്ക് പോയി. അമ്മച്ചിയും ജെനിയും പരസ്പരം നോക്കി. ശേഷം അവർ കിച്ചണിലേക്ക് പോയി. അവർ മനസ്സിലാ മനസ്സോടെ അവൾക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ച ശേഷം പ്ലേറ്റ് കഴുകാനായി പോയ അവളെ ജെനി തടഞ്ഞു. ഞാൻ കഴിക്കോളാം. വേണ്ട ജെനി, ഞാൻ കഴിക്കോളാം. എന്നെ അന്യായിട്ടൊന്നും കാണണ്ട. ആ സാരല്ല, തന്നേക്ക്. ജെനി അവളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് ബലമായി പിടിച്ചു വാങ്ങി. ജെനിയും അമ്മച്ചിയും കിച്ചണിൽ നിന്ന് തക്കത്തിന് ആൾ ഡേവിച്ചന്റെ മുറിയിലേക്ക് പോയി. വാഷ്റൂമിൽ നിന്നിറങ്ങിയ ഡേവിച്ചൻ കണ്ടത് തന്റെ സാധനങ്ങൾ ഓരോന്നായി എടുത്തു നോക്കുന്ന ലയാണ്. അവന്റെ അലർച്ചയിൽ അവളുടെ കയ്യിൽ നിന്ന് പെർഫ്യൂം താഴെ വീണു. നിനക്കെന്താണ് എന്റെ റൂമിൽ കാര്യം? ഇറങ്ങി പുറത്ത്. ചൂടാവര് ഡേവിച്ച. എന്നാലും ഞാൻ ഈ മുറി കയറേണ്ടതല്ലേ? എന്താ? അല്ല, ഈ ചായനെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ ഞാൻ ഈ മുറിയിലല്ലേ കഴിയേണ്ടത്? അയ്യട, അവിടെ ഒരു പൂതി. ഇറങ്ങി പോടി ജെനി. അമ്മച്ചി. അവന്റെ അലർച്ചയായിട്ട് അവർ ഞെട്ടി. എന്റെ കർത്താവേ, അവൾ ഈ ചായന്റെ മുറി കയറിയോ? വാ അമ്മച്ചി. അവർ മുകളിലേക്ക് ഓടി. അമ്മച്ചിയും പിന്നാലെ പോയി. ഈ ചായ? ജെനി അല്പം പേടിയോടെ വിളിച്ചു. നീ നിന്റെ മറ്റവളുമാർക്കോ കയറിങ്ങാനുള്ള സത്രമാണ് എന്റെ മുറി. അവൻ ജെനിയോട് ദേഷ്യപ്പെട്ടു. സോറി ചായ, ഇവളിങ്ങോട്ട് വന്ന് ഞങ്ങൾ കണ്ടില്ല. ഞാൻ മുറിയിലൊന്ന് കയറിയെന്ന് പറഞ്ഞ് ഉരുകിപ്പോവോ? ലേ ചോദിച്ചു. അതേടി, ഉരുകിപ്പോവും. മോനെ വേണ്ടടാ, പോട്ടെ. ഒരിക്കലത്തേക്ക് ക്ഷമിക്ക്. ജെനി, നീ ഇവളെ പറഞ്ഞു വിട്. ശരിയമ്മച്ചി, വാടിക്കോട്ട്. ജെനി അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോയി. നിന്നോട് ഞാൻ പറഞ്ഞ നിന്റെ ഒരു ഉദ്ദേശം ഇവിടെ നടക്കില്ലെന്ന്. ഇനി മേലാ നീ ഇങ്ങോട്ട് വരരുത്. വന്നോ, ഇറങ്ങിപ്പോടി. നീയൊക്കെ എന്നെ ഇവിടുന്ന് പുറത്താക്കെന്ന് കരുതണ്ട. ഞാനൊരു കാര്യം വിചാരിച്ച അത് നടത്തിയിരിക്കും. ലയ പറയുന്നേ, എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയ നീ തന്നെ എന്നെ അകത്തേക്ക് ക്ഷണിക്കും. അതിനേ ഈ ജെനി ഒന്നുകൂടി ജനിക്കണം. ഒന്ന് പോടി. അതും പറഞ്ഞ് ജെനി ഡോറടച്ചു. നീ ചെവിയിൽ നുള്ളിക്കോ. നിന്നെ കൊണ്ട് ഞാൻ എന്നെ ഏടത്തിന്ന് വിളിപ്പിക്കും. അതും പറഞ്ഞ് ആളവിടുന്ന് പോയി. ഇനി നിന്റെ ഏതെങ്കിലും മറ്റവൾമാരി വീട്ടിൽ വന്നാ ഞാൻ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കും. ഇച്ചാ, ഇവള് മാത്രമേ ഉള്ളൂ പ്രോബ്ലം, വേറെ ആരും വരണമെന്ന് പറഞ്ഞില്ലേ? പിന്നെ അവരോട് സംസാരിച്ചാൽ ശരിയാവില്ലെന്ന് കണ്ട് അവരൊന്നും പറഞ്ഞില്ല. ആ ഒറ്റൊരുത്തി കാരണം സാറമ്മോടെ കാര്യം പറയാനും പറ്റില്ലല്ലോ മോളെ. നമുക്ക് നോക്കാം മിച്ചി. ഒരു ദിവസം ജെനിക്ക് കോളേജിൽ വെച്ച് അസഹ്യമായ തലവേദന അനുഭവപ്പെട്ടു. അന്ന് സാറയാണ് ആളെ വീട്ടിലാക്കിയത്. ലേ കൂടെ വരുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. എന്നാൽ തന്നെ സാറ് വീട്ടിലാക്കിയാൽ മതിയെന്ന് ജെനി പറഞ്ഞു. അങ്ങനെ സാറയുടെ 2 വീലറിൽ അവളെയും കൊണ്ട് സാറ് വന്നു. എന്താ മോളെ ഇന്ന് നേരത്തെ? അമ്മച്ചി ചോദിച്ചു. എനിക്ക് നല്ല തലവേദനയാ അമ്മച്ചി. അപ്പം ഇവളെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. അതെയോ, കയറി വാ മോളെ. അമ്മച്ചി സാറയോട് പറഞ്ഞു. അല്ല, അവള് നിന്റെ കൂടെ വരണമെന്ന് പറഞ്ഞില്ലേ, ആ ലയ? അമ്മച്ചി ചോദിച്ചു. ആദ്യം അവളെ എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. അവള് വാശി പിടിച്ച് കൂടെ വരണമെന്ന്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അവള് രണ്ടും കൽപ്പിച്ചാന്ന് തോന്നുന്നുണ്ടല്ലോ മോളെ. ആ അമ്മച്ചി. അല്ല, എന്താ ചെയ്യും താനിപ്പോൾ ലയയോട് ഒരു അകൽച്ച? അവളായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സാറ് ചോദിച്ചു. ആണ്, ഒരു പ്രോബ്ലം ഉണ്ട്. ജെനി അവളോട് കാര്യം പറഞ്ഞു. ഓ, അപ്പം അതല്ലേ താൻ അവളോട് വഴക്കുണ്ടാക്കുന്നേ? എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും? അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ? കോളേജിൽ തന്നെ എത്ര ലോയേഴ്സ് ഉണ്ട് അവൾക്ക്. അവളുടെ പണം കൊണ്ടെല്ലാം നേടാന്ന് അവൾ കരുതുന്നത്. എന്നാൽ അത് ഇവിടെ നടക്കില്ലെന്ന് അവൾക്ക് അറിയില്ല. ആ, നിനക്ക് വയ്യാത്തല്ലേ, റെസ്റ്റ് എടുത്തോ. ഹോസ്പിറ്റലിൽ പോകണം ജെനി. വേണ്ടടി, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ. എന്നാ പൊക്കോട്ടെ. നിൽക്കടി, വൈകിട്ട് പോവാം. ഇല്ലടി, നീ റെസ്റ്റ് എടുത്തോ, ഞാൻ പോവാം. ആ നിൽക്ക് മോളെ, വൈകുന്നേരം പോവാം. അമ്മച്ചി കൂടി നിർബന്ധിച്ചപ്പോൾ അവൾ സമ്മതിച്ചു.
എന്നാൽ നീ അമ്മച്ചിയുടെ അടുത്ത് നിന്നു, ഞാനും ചെറുതായിട്ട് റെസ്റ്റ് എടുത്തിട്ട് വരാം. ഓക്കെടി, വാ മോളെ. അമ്മച്ചി സാറേയും കൂടി കിച്ചണിലേക്ക് പോയി. ഞാൻ ചെയ്തോളാം അമ്മച്ചി. ഏയ് വേണ്ട മോളെ, മോളിൽ ഞങ്ങളുടെ ഗസ്റ്റാ. സാറിൻ്റെ അമ്മച്ചി, വീട്ടിൽ ഞാൻ ചെയ്യുന്ന ഇതൊക്കെ. അമ്മച്ചി ജോലി ചെയ്യുന്ന കണ്ടപ്പോൾ നോക്കിക്കാൻ തോന്നുന്നില്ല, ഞാൻ കൂടി ചെയ്തോട്ടെ. അമ്മച്ചി ഒന്ന് പുഞ്ചിരിച്ചു, ശേഷം പറഞ്ഞു, മോൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മോള് കൂടെ കൂടിക്കും. താങ്ക്സ് അമ്മച്ചി. ആൾ അമ്മച്ചിയെ സഹായിക്കാൻ തുടങ്ങി. താൻ മരുമകളായി കണ്ടുപിടിച്ച് യഥാർത്ഥ ആളെ തന്നെയാണെന്ന് അവളുടെ പ്രവൃത്തിയിലൂടെ ട്രീസാമ്മ മനസ്സിലാക്കി. അവർ രണ്ടുപേരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി. മോൾക്ക് അമ്മച്ചി കഴിക്കാനെടുക്കട്ടെ? ജനി കൂടെ വരട്ടെ അമ്മച്ചി, എന്നിട്ട് കഴിക്കാം. എന്നാ വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. അമ്മച്ചി അവളെ കൂട്ടി ആളിൽ പോയിരുന്നു. അവർ പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. പെട്ടെന്നാണ് അവർക്കിടയിലേക്ക് ഡേവിസൻ വന്ന് അവിടെ ഇരിക്കുന്ന സാറയെ കണ്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അമ്മച്ചിയോട് അവളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വക സാധനം കൊണ്ട് കയറ്റരുതെന്ന്. മോനെ, അത് സാറമോള്. വേണ്ട, അമ്മച്ചി ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട് ഇവിടെ നിന്ന് ഈ പാടി ചവിട്ടിക്കരുതെന്ന്. ഇറങ്ങിപ്പോടി. സാറ പേടിച്ചു പോയി. എടി, നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ്. ദേവി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഇവളെങ്ങോട്ടും പോകുന്നില്ല. അമ്മച്ചി ഇതിൽ ഇടപെടണ്ട, പോകാൻ പറഞ്ഞാ പോണം. വേണ്ട അമ്മച്ചി, ഞാൻ കാരണം നിങ്ങൾ തമ്മിലൊരു പ്രോബ്ലം വേണ്ട, ഞാൻ പൊക്കോളാം. മോളൊന്ന് ചുമ്മാതിരിക്കുന്നേ, നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. ജെനി എഴുന്നേക്കട്ടെ. അമ്മച്ചി. ഡേവിച്ചന്റെ ശബ്ദം ഉച്ചത്തിലായി. എടാ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞ്. വേണ്ട അമ്മച്ചി, പ്ലീസ്, ഞാൻ പോവാ. ആൾ കണ്ണോടച്ച് അവിടെ നിന്ന് ഇറങ്ങി. മോളെ, ട്രീസാമ വിളിച്ചിട്ടും ആൾ നിന്നില്ല. നിനക്ക് എന്നാളെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? വീട്ടിൽ കയറുന്ന ഒരു അപമാനിച്ച് ഇറക്കി വിടാൻ. എനിക്കല്ല തലക്ക് ഓളമുള്ളത്, ഇവളെ പോലെയുള്ള കുറയണുണ്ടല്ലോ അതുങ്ങൾക്കാ. അവൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ട്രീസാമ സാറ പോയ വഴിയെ നോക്കി നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. പാവം മോള് എന്ത് സങ്കടത്തോടെ ഇറങ്ങിപ്പോയി. ആർക്ക് ഡേവിസിനോട് ദേഷ്യം തോന്നി. ഡൈനിങ് ടേബിൾ മുമ്പിൽ സങ്കടത്തോടെ ഇരിക്കുന്ന അമ്മച്ചിയെ കണ്ടുകൊണ്ടാണ് ജെനി ഇറങ്ങി വന്നത്. എന്താ അമ്മച്ചി ഒരു സങ്കടം? സാറെന്തിയേ? അമ്മച്ചി സങ്കടത്തോടെ അവളെ നോക്കി. എന്നതാ അമ്മച്ചി കാര്യം? അവളെന്തിയേ? മോളെ, അവള് പോയി. പോയോ? എപ്പോ? എന്നോട് പറയാതെയോ? അവൾ വല്ലതും കഴിച്ചായിരുന്നോ? അവൾ എൻ്റെ കൂടെ അടുക്കളയിൽ കയറിയൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ചു മോളെ. കഴിക്കാൻ പറഞ്ഞപ്പോൾ നീ കൂടെ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഡേവിച്ചൻ ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് അവളോട് ദേഷ്യപ്പെട്ടു, ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഞാൻ തടയാൻ ശ്രമിച്ചിട്ട് അവൻ ദേഷ്യപ്പെട്ട് അവളോട് സംസാരിച്ചു. അവൾ ഇറക്കി വിട്ടു. ഞാൻ പോവരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ട അമ്മച്ചി എന്നും പറഞ്ഞ് അവൾ പോയി മോളെ. എൻ്റെ കുട്ടി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്. ഈ ഇച്ചാനിത് എന്തിൻ്റെ കേടാമ്മച്ചി? വല്യോളുമാരുണ്ടാക്കുന്ന പ്രശ്നത്തിന് ഒന്നും ചെയ്യാത്തൊരു സങ്കടപ്പെടുത്തും. എന്നിട്ട് ആളെവിടെ? അപ്പം തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. ഇങ്ങ് വരട്ടെ, ഞാൻ നല്ല കൊടുക്കുന്നുണ്ട്. ഞാനും സാറെ വിളിക്കട്ടെ അമ്മച്ചി. ആ മോളെ, നീ വിളിച്ചു നോക്ക്. അമ്മച്ചി അവൾ കോൾ എടുക്കുന്നില്ല. പാവം, നമ്മളോടൊപ്പം ഇരുന്ന് കഴിക്കാൻ ഒത്തിരി കൊതിച്ചതാ. അവളുടെ വീട്ടിലെ കാര്യം കഷ്ടമാണ് അമ്മച്ചി. ആ സ്ത്രീ അവളെ നോക്കത്തൊന്നുമില്ല. അവളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയല്ലേ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചപ്പോൾ അവർ കൂടെ കൂടിയത്. ഇപ്പം അവളെ ഉപദ്രവിക്കാൻ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. ഇന്നിവിടെ വന്നിട്ട് പോയപ്പോൾ അമ്മച്ചി അവരോടൊക്കെ പെരുമാറുന്നുണ്ട്. അവൾക്ക് അവളുടെ അമ്മച്ചിയെ ഓർമ്മ വന്നെന്ന് പറഞ്ഞ് ഒത്തിരി കരഞ്ഞു. അമ്മച്ചി ഉണ്ടാക്കി തരുന്നൊക്കെ എന്ത് സന്തോഷത്തോടെ അവൾ കഴിക്കുന്നതെന്നറിയാം. അവൾക്ക് അമ്മച്ചിയുടെ സ്നേഹം കിട്ടാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്. പക്ഷേ സന്തോഷത്തിന് പകരം സങ്കടപ്പെടുത്തി അയച്ചില്ലേ അവളെ. ജനിക്ക് അവളെ ഓർത്ത് പാവം തോന്നി. മോളെ, ഞാൻ ആവുന്ന പോലെ അവനോട് പറഞ്ഞു നോക്കിയതാ, പക്ഷെ അവൻ കേൾക്കണ്ടേ. അവരാകെ വിഷമത്തിലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഡേവിഡ്സൺ ഇറങ്ങി വന്നു. അപ്പോൾ അമ്മച്ചിയും ജെനി ഓരോ സ്ഥലത്തിരുന്ന് ആലോചനയിലായിരുന്നു. അല്ല, എന്നാ രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്ന് ആലോചനയിലാണല്ലോ. ഇന്നെന്താ ആരും ഒന്നും കഴിക്കുന്നില്ലേ? എന്നെ വിളിച്ചില്ലല്ലോ. ആരൊന്നും മിണ്ടിയില്ല. എന്താ അമ്മച്ചി? നിങ്ങൾക്കൊക്കെ എന്താ? അവളെ ഞാൻ പറഞ്ഞിട്ടുണ്ടാണോ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ജെനി, നിന്റെ ഒരു ഫ്രണ്ടും ഇനി ഇവിടെ വരുതെന്ന്. എല്ലാത്തിൻ്റെയും ഉദ്ദേശം വേറെയാ. ഇച്ചായനെ എല്ലാവരെയും പോലെ സാറേ കാണണ്ട, അവളൊരു പാവ ഇച്ചായ. പാവം? നിനക്കറിയില്ല ഒന്നിനെ. പാവാണെന്ന് പറഞ്ഞല്ലേ നീ അന്ന് എല്ലാത്തിനും ഇവിടേക്ക് കൊണ്ടുവന്ന്. എന്നിട്ട് അതിലൊരുത്തി എൻ്റെ റൂം വരെ കയറി. ഇച്ചായ, അവള് മാത്രം പ്രശ്നം. അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ കൂടി തെറ്റിദ്ധരിക്കേണ്ട, പ്രത്യേകിച്ച് സാറേ. അവളൊരു പാവ. വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ അവൾ ജനിച്ചത്. പക്ഷെ അവളുടെ ജീവിതത്തിലെ സന്തോഷം അവളുടെ അപ്പച്ചനും അമ്മച്ചിയും ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ മരണശേഷം ഒരകന്നു ബന്ധം അവളെ നോക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂടിയതാ. പക്ഷെ അവളുടെ കണ്ണ് അവളുടെ സ്വത്തിൽ മാത്രമായിരുന്നു. അവൾക്ക് 18 വയസ്സായപ്പോൾ അവളോട് സ്വത്ത് അവളുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ തൻ്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആർക്കും കൊടുക്കില്ലെന്ന് അവൾ പറഞ്ഞു. അന്നു മുതൽ അവളുടെ ജീവിതം പഴയതിനേക്കാൾ ബുദ്ധിമുട്ടിലാക്കി അവർ. പലപ്പോഴും വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അവൾ കോളേജിലെത്താൻ തന്നെ വൈകും. അവർ ഭക്ഷണം പോലും മര്യാദക്ക് കൊടുക്കില്ലേ ചായ. ഇത്രയ്ക്കായിട്ടും അവൾ ഞങ്ങളോട് ആരോടൊന്നും പറഞ്ഞിരുന്നില്ല. പല ദിവസങ്ങളിൽ പലതും ഞങ്ങൾ ചോദിച്ചു, അവളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച് ചോദിച്ചു. പറയാതെ ഞങ്ങൾ വീട്ടിലാന്ന് കണ്ടപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോട് അവൾ ഞങ്ങളോട് എല്ലാം പറഞ്ഞു.
അന്ന് ഞങ്ങൾക്കൊക്കെ ഒത്തിരി സങ്കടം തോന്നി അവളെ ഓർത്ത്. പക്ഷേ അന്ന് മുതൽ ഞങ്ങൾക്ക് അവളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി. എന്നും ഞങ്ങളെല്ലാവരും അവൾക്ക് കഴിക്കാൻ കൊണ്ടു കൊടുക്കും. അവൾ നിറകണ്ണനോട് അതൊക്കെ കഴിക്കും. അവളെ തനിച്ചാക്കാതെ ഞങ്ങൾ എപ്പോഴും അവൾക്കൊപ്പം ഉണ്ടാവും. കോളേജിൽ വരുന്ന സമയം മാത്രം അവൾക്ക് അല്പെങ്കിലും സന്തോഷം കിട്ടുന്നത്. ഞങ്ങളെല്ലാവരും അവളെ മാക്സിമം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ അവളുടെ കാര്യം അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചിയെ പറഞ്ഞ് അവളെ ഇടയ്ക്ക് ഇങ്ങോട്ട് കൂട്ടാൻ. ഞാൻ വിളിച്ചപ്പോൾ എല്ലാവരും വരുവാണെങ്കിൽ അവളും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്ന് അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന്. പക്ഷേ അല്ലേ, അവളുടെ മനസ്സ് മാത്രം ഞങ്ങളാരും അറിഞ്ഞില്ല. ഇപ്പോൾ അവൾ ഇവിടെ വന്ന് കാണിച്ചൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാ ഫ്രണ്ട്സുകളോട് പിണങ്ങി. പിന്നെ ഇന്ന് കോളേജിൽ വെച്ച് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എന്നെക്കൊണ്ട് ഇവിടെ ആക്കാനാണ് സാറ വന്നു. ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. പക്ഷേ അതിനുള്ളിൽ അവൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ സമ്മതിക്കാതെ ഇച്ഛായിരുന്നു. ആളുടെ മിഴികൾ നിറഞ്ഞു. ഒക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു ഡേവിസ്. അമ്മച്ചി കണ്ണു നിറച്ചവരെ നോക്കി. മോളെ, ഞാൻ കരുതി എല്ലാവരും അവളെ പോലെ ആവുന്നു. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞടാ അവളെ പറഞ്ഞുവിടില്ലേന്ന്. നീ എൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറായോ? അമ്മച്ചി പറ്റിപ്പോയി. നീ അവളെ വിളിക്കാം. ഞാൻ സോറി പറഞ്ഞ് തിരികെ വിളിക്കാം. ഇല്ല ചായ, ഇനി അവൾ വരില്ല. ഞാൻ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. അത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടാണ് എൻ്റെ കുട്ടി പോയത്. അമ്മച്ചി സങ്കടത്തോടെ പറഞ്ഞു. അമ്മച്ചി, ഞാൻ അവളോട് സോറി പറയാം. അമ്മച്ചി, നമ്മൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞില്ലേ, അത് വേണ്ട. എന്തിനാ അവളോട് ഈ കാട്ടുപോത്തിന് മുന്നിൽ ഇട്ട് കൊടുക്കുന്നേ? നമുക്ക് അവൾക്ക് വേറെ ഏതെങ്കിലും നല്ല ചെക്കന്മാരെ നോക്കാം, ജെനി പറഞ്ഞു. ആ മോളെ, ഞാനും അത് ചിന്തിച്ചതാ. കാട്ടുപോത്തിന്റെ മറ്റവൻ ആരാളെ തലയിൽ കൊട്ടുകൊടുത്തു. അമ്മച്ചി, ഡാ നീ വല്ലതും ചെന്ന് കഴിക്ക്. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ഇന്നൊന്നും ഇറങ്ങില്ല. പാവം ആ കൊച്ചും കൂടെയാ അടുക്കളയിൽ കയറി എൻ്റെ ഒപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് അതിനൊരു പിടി ആഹാരം വയറ് നിറച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ കർത്താവേ. ട്രീസാമ കണ്ണുടച്ചു. അമ്മച്ചി സോറി, ഞാൻ പറഞ്ഞില്ലേ, പറ്റിപ്പോയി. നാളെ നമുക്ക് അവളെ വിളിച്ച് വയറ് നിറച്ച് ആഹാരം കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ കഴിക്കുക. അല്ല, എന്താ നിങ്ങൾ പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ പറ്റി? ഓ ആവുന്നില്ല. ആ പറയാം അമ്മച്ചി, പ്ലീസ്. അത് വേറൊന്നുമില്ല. ആ കൊച്ചിനെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് നിന്നെ കൊണ്ട് കെട്ടിച്ചാലെന്ന് ഞങ്ങൾ ആലോചിച്ചതാണ്. നിനക്ക് അവളെ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഇനി ആലോചന വേണ്ട. അല്ല അമ്മച്ചി, എനിക്ക് അവളെ ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്താ പറഞ്ഞ്? എനിക്ക് ഇപ്പൊ അവളോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ടോന്ന് ഒരു സംശയം. ഇനി ഇഷ്ടം പറയാൻ ചെല്ലി, അവള് കരണക്കുറ്റി നോക്കി പൊട്ടിക്കും, ജെനി പറഞ്ഞു. അവള് പൊട്ടിക്കുന്ന ഈ പൊട്ടിക്കെട്ടടി, എന്റെ പെണ്ണല്ലേ. ഇതൊക്കെ എപ്പാ? ആൾ കണ്ണുമിഴി ചോദിച്ചു. ഇപ്പോ ഒരു 5 മിനിറ്റായി. ആരും ചിരിയോടെ പറഞ്ഞു. അയ്യടാ ഇടിക്കണ്ട, അവളെ കരച്ചില്ലേ, അതുകൊണ്ട് ഞാൻ അവളെ ഇച്ചാനും തരില്ല. നീ തരണ്ടടി, ഞാൻ അവളെ എടുത്തോളാം. അയ്യടാ മതി മതി മോനെ, നീ സീരിയസ് ആയിട്ടാണോ അവിടെ പറയുന്നത്? നിനക്ക് ശരിക്കും അവളെ ഇഷ്ടമാണോ? അതെ അമ്മച്ചി, അവളുടെ കഥകളൊക്കെ കേട്ടപ്പോ അവളെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണം തോന്നുവാ. എന്നാ എൻ്റെ മോന് കോടി പുണ്യം കിട്ടും. ആരവന്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇരുവരെയും അവൻ ചേർത്ത് പിടിച്ച്. പിറ്റേന്ന് കോളേജിൽ വെച്ച് ജെനി സാറയോട് സോറി പറഞ്ഞു, ഇച്ചായന് വേണ്ടി. ആന്നും സാരല്ലടി, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ഇല്ല സാറാ, നീ ഒന്നും മറക്കില്ലെന്ന് എനിക്കറിയാം. നിന്റെ മുഖത്തോട് നിന്റെ സങ്കടം. സോറി മോളെ. ഇന്നലെ നിന്റെ കാര്യങ്ങളായി ഇച്ചായൻ അറിഞ്ഞ്. അതൊക്കെ അറിഞ്ഞപ്പോൾ ഇച്ചായന് വല്ലാത്ത കുറ്റബോധം തോന്നി. ഇച്ചായ അപ്പം തന്നെ നിന്നെ വിളിക്കാൻ പറഞ്ഞു, നിന്നോട് സോറി വരാൻ. പക്ഷെ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തില്ലേ? എന്തിനാണ് ഈ വെറുതെ എല്ലാവരോടും എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്? ആരെയും സാധാവ് എനിക്ക് ഇഷ്ടമല്ല. നിന്നോട് സാധാവല്ല മോളെ, ശരിക്കും ഇഷ്ടം എല്ലാവർക്കും. നിന്നോട് വീട്ടിൽ വരെ അച്ചായൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലടി, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. നീ എന്നെ നിർബന്ധിക്കരുത്. ഡീ, ഇന്ന് സാറമ്മ കോളേജിൽ വന്നു. എന്നിട്ട് അവളെ ഇനി പിടിയിലെന്ന് തോന്നില്ല. അങ്ങനെയാണോ? എന്നാ നാളെ നിന്നെ പിക്കാൻ ഞാൻ വരാം. എനിക്ക് അവളെ കാണണം. കുറച്ച് റിസ്ക് ആണ് ഈ ചായ. ആകട്ടെടി, ജീവിതത്തിൽ കുറച്ചൊക്കെ റിസ്ക് എടുത്തില്ലേ പിന്നെ എന്ത് ജീവിതാടി? ആണോ? പിന്നെ അല്ല. അപ്പൊ നാളെ മുതൽ ഈ കലിപ്പൻ ഡേവിഡ് ചാക്കോ സാറാമറിനെ വളക്കാൻ പോവല്ലേ? തീർച്ചയായിട്ടും. ബെസ്റ്റ് ഓഫ് ലക്ക്. ആളവന് കൈ കൊടുത്തു. വളക്കുന്നൊക്കെ കൊള്ളാം. എന്റെ കൊച്ചിനെ സങ്കടപ്പെടുത്തരുത് കേട്ടോടാ. ഇല്ല എൻ്റെ അമ്മച്ചി. കേട്ടോടിച്ച് എനിക്ക് വെച്ചേ, നമ്മളെ അമ്മച്ചിക്ക് ഇപ്പൊ നമ്മളെയൊന്നും വേണ്ട, സാറാമ്മയെ മാത്രം മതി. ആയിഷ, എനിക്കങ്ങനെ തോന്നലില്ലാതില്ല. ഇരുവരും ചിരിച്ചു. ആ ചിരിയിൽ അമ്മച്ചിയും ചേർന്നു. പിറ്റേന്ന് ജെനിയെ പിക്ക് ചെയ്യാൻ ആ കോളേജിലേക്ക് പോയി. ആയിഷായ, ജെനി അവരുടെ അടുത്തേക്ക് വന്നു. ആളെവിടെ? ഇപ്പൊ വരും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലയ വന്ന്. അവളെ കണ്ടത് അവരുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അല്ല ഇച്ചാനോ? എപ്പോ വന്നു? അല്ല കാറിലാണോ വന്നേ? എന്നെ കൂടി ഡ്രോപ്പ് ചെയ്യോ? നിനക്ക് വണ്ടി ഉണ്ടല്ലോ, ജെനി പറഞ്ഞു. അതിവിടെ ഇരുന്നോട്ടെ, നാളെ എടുക്കാം. എന്റെ വണ്ടിയിൽ എനിക്ക് ഇഷ്ടമില്ലാത്തവർ ഞാൻ കയറ്റാറില്ല. പ്ലീസ് ഇച്ചായ, ഇന്നത്തേക്ക്. ആളെന്നെ കൈ പിടിച്ചു. പൊക്കോളെന്റെ മുന്നിന്ന്. ജെനി, നീ ആളെ കൂട്ടി വാ, ഞാൻ വണ്ടിയിലുണ്ടാവും. ശരി ചായ. ആൾ സാറയെ കൂട്ടാൻ പോയി. ഇവളാരെയെ കൂട്ടാൻ പോകുന്നേ? ലേ അവൾക്ക് പിന്നാലെ പോയി. സാറാ, നീ എവിടെ പോയതാടി? ഞാൻ ലൈബ്രറി ഒന്ന് പോയതാ. വാ, ഇന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതിനെനിക്ക് വണ്ടി ഉണ്ടല്ലോ.
വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നാളെ എടുക്കാം, നീ വാ. അല്ല, ആരെ നിന്നെ വിളിക്കാൻ വന്നേ? നീ വാ, പറയാം. സാർ അവൾക്ക് പിന്നാലെ പോയി. ഇവളെയാണോ വിളിച്ചുകൊണ്ട് വരാൻ ഡേവിഡ്സൺ പറഞ്ഞ്? ലേ ചിന്തിച്ചു. അവളുടെ പിന്നാലെ പോയി. കാറിനടുത്ത് എത്തിയപ്പോഴാണ് ഡേവിഡ്സനാണ് അവളെ വിളിക്കാൻ പറഞ്ഞതെന്ന് സാർ അറിഞ്ഞത്. ജെനി, നിന്റെ ഇച്ചാനാണോ നിന്നെ വിളിക്കാൻ വന്നേ? വെറുതെ എന്തിനാ ഇച്ചാനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? എന്നെ കണ്ടാൽ നിന്റെ ഇച്ചാനെ ദേഷ്യം കൂടും. വേണ്ടടി, ഞാൻ പോവാ. അവൾ തിരിഞ്ഞടന്നു. ജെനി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ഡി നിക്ക്, ഇച്ചായൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ നിന്നെ കൂട്ടാൻ വന്ന്. ഇച്ചായൻ പറഞ്ഞിട്ടാണോ? നീ എന്തൊക്കെയാ ജെനി പറയുന്നേ? സാറ് ചോദിച്ചു. ഇടിയൊക്കെ പറയാം, നീ വന്ന് വണ്ടി കയറ്. ഇല്ല ജെനി, ഞാൻ എൻ്റെ വണ്ടി പോയിക്കോളാം. പറ്റില്ല, നീ എൻ്റെ ഒപ്പം വന്നേ പറ്റൂ, ഇല്ല ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടില്ല. ജെനി തറപ്പിച്ച് പറഞ്ഞു. നിവൃത്തിയില്ലാതെ സാർ അവളോടൊപ്പം പോകാൻ തയ്യാറായി. കാരണം ആ കോളേജിലെ ഏറ്റവും കൂടുതൽ അവളെ മനസ്സിലാക്കിയിരുന്നത് ജെനിയായിരുന്നു. ആൾ മിണ്ടാതെയാൽ താൻ ആകെ ഒറ്റപ്പെട്ടു പോകുന്ന സാറൊക്കെ അറിയാമായിരുന്നു. ഡി ഞാൻ വരാം, പക്ഷെ ഇച്ചാനോട് ദേഷ്യപ്പെട്ട അപ്പോൾ ഞാൻ തിരിച്ചു വരും, സാറ് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. അവർ കാറിനടുത്തെത്തി. ജെനി അവൾക്ക് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. അവൾ പേടിയോടുകൂടി കാറിനകത്ത് കയറി. അവളുടെ നോട്ടം മുഴുവൻ ഡേവിഡ്സണിലായിരുന്നു. എന്നാൽ അവൻ മിററിലൂടെ അവളുടെ മുഖത്തെ പേടി കാണുന്നുണ്ടായിരുന്നു. അവന്റെ ചുണ്ടിൽ അവളറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജെനി അവൾക്കൊപ്പം കയറി. ഇച്ചായ പോവാ, ജെനി പറഞ്ഞു. അവൻ കാറ് മുന്നോട്ടെടുത്തു. ഓഹോ, അപ്പൊ എന്നെ ഒഴിവാക്കി അവളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നല്ലേ നിന്റെ പ്ലാന്? ഇല്ല, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതൊരിക്കലും നടത്തിക്കില്ല. ഞാൻ എനിക്ക് വേണം ഡേവിഡ്സനെ, വേറൊരുത്തികൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എന്ത് തറവേല ചെയ്തിട്ടായാലും നിന്റെ ഇച്ഛാനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും, നീ കണ്ടോ? ഓക്കെ, കണ്ടെന്ന ലയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കാറിൽ ആരും ഒന്നും മിണ്ടിയില്ല. അവരുടെ കാറ് നേരെ പോയത് ജെനിയുടെ വീട്ടിലേക്കാണ്. അല്ല ജെനി, ഇത് നിന്റെ വീട്ടിലേക്കുള്ള വഴിയില്ലേ? ഞാൻ ആടി നിന്നെ കുറച്ച് കഴിഞ്ഞ് വീട്ടിലാക്കാം, ജെനി പറഞ്ഞു. നീ വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. പിന്നെ നീ വീട്ടിൽ ചെല്ലുന്ന കാത്ത് കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുന്ന ആൾക്കാർ മിണ്ടാതിരിക്കടി, ഡേവിഡ്സൺ ഗൗരവത്തോടെ പറഞ്ഞു. പിന്നെ അവളൊന്നും മിണ്ടിയില്ല. കാർ അവരുടെ വീടിന് മുമ്പിൽ നിന്നു. ഇറങ്ങടി, ജെനി പറഞ്ഞു. അത് ജെനി, ആൾ ഡേവിഡ്സനെ നോക്കി. ഇച്ചാനെ നോക്കണ്ട, ഇച്ചാനൊന്നും പറയില്ല, ഇച്ചാനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നീ ഇറങ്ങി. ആൾ മടിച്ച് ഇറങ്ങി. അപ്പോഴേക്കും ട്രീസാമ അങ്ങോട്ടേക്ക് വന്നു. സാറെ കണ്ടതും അവരുടെ മുഖം വിടന്നു. മോളെ, അവർ അവൾക്കടുത്തേക്ക് പോയി. മോൾക്ക് സുഖാണോന്ന് അമ്മച്ചി ചോദിക്കുന്നില്ല, അല്ലെന്നറിയാം. അന്ന് മോൾ ഇവിടുന്ന് പോയ ശേഷം അമ്മച്ചിക്ക് എന്ത് സങ്കടമായെന്നറിയോ? ആ സങ്കടം മാറ്റാനല്ലേ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? അവളെ ഇവിടെ തന്നെ നിർത്തി സങ്കടം മാറ്റാനാണോ അമ്മച്ചിയുടെ പ്ലാന്? ഡേവിഡ്സൺ ചോദിച്ചു. അയ്യോ, അമ്മച്ചി മോളെ കണ്ട സന്തോഷത്തിലാ മറന്നു. വാ മോളെ. കേട്ടോ ജെനിക്കോച്ച്, അമ്മച്ചിക്ക് മോളെ കിട്ടിയപ്പോ നമ്മളെ വേണ്ടാട്ടോ. ആടാ, എനിക്ക് എൻ്റെ മോള് മതി. മോളിപ്പോ അങ്ങ് പോവും, അവസാനം ഞങ്ങളെ ഉണ്ടാവും. അവനൊരു ചിരിയോടെ പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ വാ, വല്ലതും കഴിക്കാം. അമ്മച്ചി സാറേയും കൂട്ടി അകത്തേക്ക് പോയി. ആൾക്ക് കഴിക്കാൻ എടുത്തു കൊടുത്തു. ആൾക്ക് വേണ്ടി അമ്മച്ചി പല വിഭവങ്ങളും ഉണ്ടാക്കി. ഒക്കെ അവളെ കൊണ്ട് കഴിപ്പിച്ചു. മോളെ, ഇതൂടെ കഴിക്ക്. വേണ്ട അമ്മച്ചി, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു, ഇനി കഴിച്ചെൻ്റെ വയറ് പൊട്ടിപ്പോവും. മോള് ഇനിയും വരണം കേട്ടോ, അമ്മച്ചി പറഞ്ഞപ്പോൾ അവൾ ഡേവിഡ്സനെ നോക്കി. അവനെ നോക്കണ്ട, അവനിനി എന്തെങ്കിലും പറഞ്ഞാ അവനെ ഞാനിവിടുന്ന് പുറത്താക്കും. അമ്മച്ചി എന്നെ പുറത്താക്കുമെന്നോ? അതേടാ, എൻ്റെ കുഞ്ഞിനെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ പുറത്താക്കും. ആഹാ, കൊള്ളാലോ. സമയം കുറയായി, ഞാൻ പൊക്കോട്ടെ അമ്മച്ചി. ആടാ, മോളെ കൊണ്ടാക്ക്. വേണ്ട അമ്മച്ചി, ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കോളാം. അത് വേണ്ട മോളെ, ഇവൻ കൊണ്ടാക്കും. ഇനിയും വരണം കേട്ടോ മോളെ. വരാമച്ചി. ജെനി, നീ കൂടി വാ. ഇല്ലടി, എനിക്ക് നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ, നീ പോയി വാ. താൻ കൂടെ പോയാൽ സാറയോട് ഇച്ചാനും സംസാരിക്കാൻ അവസരം കിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ജെനി അങ്ങനെ പറഞ്ഞു. ഡീ പേടിക്കണ്ടടി, ഇച്ചാനൊന്നും പറയില്ല, നീ ചെല്ല്. ആൾ മടിച്ച് കാറിന്റെ പിൻസീറ്റിൽ കയറാനായി പോയി. നീ, ഞാൻ നിന്റെ ഡ്രൈവറാണോ? മുനി കയറി. ആൾ ജെനിയെ നോക്കി. ജെനി അവൾക്ക് മുന്നിലെ ഡോറ് തുറന്നു കൊടുത്തു. കയറ്. ആൾ അവരെ നോക്കി മുന്നിൽ കയറി. ജെനി അമ്മച്ചിയും അവളോട് യാത്ര പറഞ്ഞു. കാറ് നീങ്ങാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഡേവിഡ്സൺ സംസാരിച്ചു തുടങ്ങി. എന്താണ് നീ ഒന്നും മിണ്ടാത്തേ? അത് ഞാൻ, നിനക്കിനോട് ദേഷ്യമുണ്ടോ? അത് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന്? ഇല്ല. ഒട്ടുമില്ലേ? ഇല്ല. സോറി, ഞാൻ ലയെ പോലെയാണ് അവിടെ മറ്റു ഫ്രണ്ട്സ് ഒന്ന് കരുതി. അതാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഐ എം റിയലി സോറി. അതൊന്നും സാരില്ല. ആളുടെ വീടെത്താറായി. ദേ അതെന്റെ വീട്, ആൾ ചൂണ്ടിക്കാണിച്ചു. ആ വീടിന് മുമ്പിൽ അവന്റെ കാറ് നിർത്തി. അതെ, ഒരു താങ്ക്സ് പോലും പറയാതെ പോവാണോ? കാറിൽ നിന്നിറങ്ങി അവളോട് അവൻ ചോദിച്ചു. ആ താങ്ക്സ്. ആൾ വീട്ടിലേക്ക് കയറിപ്പോയി. വീട്ടിൽ തന്നെ കാത്തൊരു ദുരന്തമുണ്ടെന്നറിയാതെ ആൾ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടു അവളുടെ ആന്റിയും ഒപ്പം മറ്റൊരാളും സോഫയിലിരിക്കുന്നു. അത് അവളുടെ ഫ്രണ്ടായ ഗോമസ് ആണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. 1-2 തവണ അവർക്കൊപ്പം അയാളെ കണ്ടിട്ടുണ്ട്. അയാളുടെ നോട്ടവും ഭാവമൊക്കെ അവളെ അലോസരപ്പെടുത്താറുണ്ട്. അവളെ കണ്ടതും അയാൾ ഒരു വഷളം ചിരിയോടെ അവളെ നോക്കി.
എന്നാ ഞാൻ ഇറങ്ങട്ടെ ത്രേസ്യേ, പോയിട്ട് കുറച്ച് പണിയുണ്ട്. ആ പോയി വാ ഗോമസ്. എന്താണ് ഇത്ര ലേറ്റായത്? ഇതുവരെ എവിടെയായിരുന്നു? ആൻറ്റി അവളോട് ചോദിച്ചു. അത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ആൻറ്റി. അവൾ പറഞ്ഞു. നിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഇന്നത്തോടെ നിർത്തിക്കോണം നിന്റെ പഠനം. ഗോമസ് നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തും. അവർ പറയുന്നത് ഒരിടുത്തി പോലെയാണ് അവിടെ കാതുകളിൽ പതിഞ്ഞത്. ആൻറ്റി എന്തൊക്കെയാ ആൻറ്റി പറയുന്നത്? അപ്പച്ചൻ്റെ പ്രായമുള്ള ഒരാൾ എങ്ങനെയാണ് ഞാൻ ഭർത്താവായിട്ട് കാണുക? ആളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ഗോമസുമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഇല്ല, എനിക്ക് ജീവനുണ്ടെങ്കിൽ നടക്കില്ല, ആൾ ഉറപ്പിച്ച് പറഞ്ഞു. നീ കൂടുതൽ തിളക്കണ്ട. ആരുണ്ടെടി നിനക്ക് നിന്നെ സഹായിക്കാൻ? നിനക്ക് ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നാ നിനക്ക് കൊള്ളാം. ഇത്രയും നാൾ ഞാൻ ചോദിച്ചിട്ട് നിന്റെ സ്വത്തുക്കൾ നീ എൻ്റെ പേർക്ക് എഴുതി തന്നില്ലല്ലോ. നീ ഗോമസിന്റെ ഭാര്യയെ കഴിഞ്ഞാൽ നിന്റെ സ്വത്തിന്റെ പൂർണ്ണ അവകാശം ഗോമസിന് കിട്ടും. ഗോമസിന് നിന്റെ സ്വത്തിന്റെ ആവശ്യമില്ല, അയാൾ അത് എനിക്ക് എഴുതി തരും. പിന്നെ അതിൻ്റെയൊക്കെ അവകാശം ഞാൻ മാത്രം. നീ അയാൾക്കൊപ്പം ഒരു വേലക്കാരിയെ പോലെ കഴിയണം. അതാ ഞാൻ നിനക്ക് നൽകുന്ന ശിക്ഷ. അവരകത്തേക്ക് കയറിപ്പോയി. അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് താനൊരു രാജകുമാരിയെ പോലെ കഴിയുമായിരുന്നു. പക്ഷേ ആൾ മുറിയിലേക്ക് പോയി കട്ടിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന സങ്കടം അവൾ അലട്ടി. അപ്പോഴാണ് അവൾക്ക് ജെനിയെ ഓർമ്മ വന്ന്. അവൾ വേഗം ഫോണെടുത്ത് ജെനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയ്ക്ക് വൃത്തിയുടെ സ്ത്രീയായിരുന്നു അവര്. മോളെ നീ സങ്കടപ്പെടണ്ട. നിന്നെ അങ്ങനെ ഒരു ആപത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നീ പേടിക്കാതെ. ആരും നിന്നെ ഒന്നും ചെയ്യില്ല. എത്രയും വേഗം നിന്നെ ആ നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചിരിക്കും. ജെനി നിനക്കിരുന്ന വാക്കാ. മോള് സങ്കടപ്പെടാതെ ചെന്ന് വല്ലതും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. നാളെ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. ശരി ജെനി, എനിക്ക് പെട്ടെന്ന് നിന്റെ മുഖം ഓർമ്മ വന്നേ. എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. അയാളുടെ മുന്നിൽ മിന്നിന് വേണ്ടി തലവനിക്കേണ്ടി വന്ന പിന്നെ ഈ സാറ് ചെയ്യാനോടുണ്ടാവില്ല. മോളെ നീ ഇപ്പം ആവശ്യമില്ലാതൊന്നും ചിന്തിക്കേണ്ട. ഒന്നും സംഭവിക്കില്ല. എന്തായാലും നാളെ നേരം വിളിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം കേട്ടോ. അന്ന് രാത്രി തന്നെ ജെനി അമ്മച്ചിയോടും ഡേവിസിനോടും സാറ് വിളിച്ച കാര്യം പറഞ്ഞു. ഇത്രയ്ക്ക് കണ്ണിച്ചോറില്ലാത്ത സ്ത്രീയാണ് അവര്. അപ്പച്ചന്റെ പ്രായമുള്ള ഒരാളെ കൂടെ ഒരു പെൺകൊച്ചിനെ കെട്ടിക്കാന്നൊക്കെ പറഞ്ഞ അമ്മച്ചി നെടുവീർപ്പെട്ടു. മോനെ അവള് ഇല്ല അമ്മച്ചി, അവളാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ആ ഒരു വാക്ക് മാത്രം മതി മോനെ അമ്മച്ചിക്ക്. അന്ന് രാത്രി ആൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നാളെ എൻ്റെ ജീവിതം എന്താവും കർത്താവേ. ആളുടെ മിഴികൾ നിറഞ്ഞു തൂവി. പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേറ്റ് കോളേജിൽ പോകാൻ റെഡിയായി പുറത്തേക്ക് വന്നു. ഇന്നെന്താടി നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? അടുക്കള കണ്ടില്ലേ നീ ഇന്ന്? ഞാൻ എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയി. അതുകൊണ്ട് കെട്ടിയൊരുങ്ങി പോവുകയാണോ? നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞാലേ ഇനി നീ പഠിക്കാൻ പോകണ്ടാന്ന്. പഠിക്കാൻ മാത്രമല്ല, കല്യാണം കഴിയുന്നവരെ നീ എങ്ങോട്ടും പോകുന്നില്ല. ആൻറ്റി പ്ലീസ്, എനിക്ക് പഠിക്കണം. ഇല്ലടി, ഇനി നീ ഒരിടത്തും പോയില്ല. നീ ഇനി പുറത്തിറങ്ങുന്ന നിന്റെ മിന്നേട്ടിനാവും. കയറി പോടിയാത്ത്. ആരവളകത്തേക്ക് പിടിച്ചുള്ളി ഡോർ ലോക്ക് ചെയ്തു. ആൾ ബെഡിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജെനി വിളിച്ചു. അവൾ ഫോൺ എടുത്തു. ജെനി. ആളൊരു പൊട്ടിക്കരച്ചിലോട് അവൾ വിളിച്ചു. മോളെ എന്തായിടാ? നീ എന്നെ അവരിവിടെ പൂട്ടിയിട്ടേക്കുക. നാളെ അയാളെ കൊണ്ട് എന്നെ കെട്ടിക്കാനുള്ള പ്ലാനാണ് അവർക്ക്. മോളെ നീ സങ്കടപ്പെടണ്ട, നിന്നെ അയാൾ കെട്ടില്ല. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. ജെനി അവളെ ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി ഗോമസ് കുറെ കവറുകളുമായി വന്നു. അത് അവരുടെ കയ്യിൽ കൊടുത്തു. അവരത് സാറെ കൊടുത്തിട്ട് പറഞ്ഞു, വെളുപ്പിന് 4 മണിക്ക് നീ റെഡിയായി നിൽക്കണം. ഗോമസിന്റെ നാട്ടിലുള്ള പള്ളിയിൽ വെച്ചാൽ മിന്നുകെട്ട്. രാവിലെ പുറപ്പെട്ടാലേ 10 മണിക്ക് അവിടെ എത്തും. അതും പറഞ്ഞവർ പോയി. അവൾക്ക് തൻ്റെ ഉള്ളം വല്ലാതെ വേദനിച്ചു. തൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. അവളുടെ നെഞ്ച് നേറി. കരഞ്ഞ് എപ്പോഴോ അവൾ തളർന്നുറങ്ങിപ്പോയി. രാത്രി എപ്പോഴോ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് അവൾ ഉണർന്നത്. ഡിസ്പ്ലേയിൽ പുതിയ നമ്പർ കണ്ട് അവൾ ഒരു നിമിഷം ചിന്തിച്ചു. ശേഷം അവൾ കോൾ എടുത്തു. ഹലോ. ഹലോ സാറാ, ഞാൻ ഡേവിസനാ. വേഗം വാതിലോർക്ക്. എന്താ? എടി, ഞാൻ നിന്റെ വീടിന് മുമ്പിലുണ്ട്, വാതിലോർക്കാൻ. ആൾ എഴുന്നേറ്റ് റൂമിന് ഡോർ നേരെ ഹാളിലേക്ക് പോയി. ചുറ്റിനും നോക്കി വാതിൽ തുറന്നു. മുന്നിൽ പുഞ്ചിരിയോടെ ഡേവിസൻ. ഇച്ചായനെന്താ ഇവിടെ? അതുകൊള്ളാം, എവിടുന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ ജെനി വിളിച്ച നീയല്ലേ? അത് ഞാൻ ജെനിയെ വിളിച്ചു. പക്ഷെ ഇച്ചായൻ എന്താ ഈ പാതിരാത്രി അവള് വരണമായിരുന്നോ? ഇവിടെ സംസാരിച്ചിരിക്കാതെ മുറിയിലേക്ക് പോവും. അവൻ മുൻവശത്ത് ഡോർ അടച്ചുകൊണ്ട് പറഞ്ഞു. അത് നീ വന്നേ. എന്തോ പറയാൻ തുടങ്ങി അവളെയും പിടിച്ചു വലിച്ച് അവനകത്തേക്ക് നടന്നു. ഏതാ നിന്റെ റൂം? അത് ആൾ റൂമിന് നേരെ കൈ ചൂണ്ടി. അവൻ വേഗം അവളെയും കൊണ്ട് റൂമിനകത്തേക്ക് കയറി ഡോർ അടച്ചു. ആൾ അവനെ തന്നെ നോക്കി നിന്നു. എന്നാണ് ഇങ്ങനെ നോക്കുന്നത്? നീ എന്നെ കണ്ടിട്ടില്ലേ? ആൾ അവനിൽ നിന്ന് ഓട്ടം മാറ്റി. അവൻ അവൾക്കടുത്തേക്ക് വന്നു. അവന്റെ ശ്വാസം അവളുടെ മേൽ പതിച്ചപ്പോൾ അവൾ തല ഉയർത്തി നോക്കി. എന്താ? ആളൊരു വിറയലോടെ ചോദിച്ചു. എന്താ വേണേ? പേടിയാണോ നിനക്കെന്നെ? അത് ഞാൻ. അവനവളെ തോളിൽ കൈവച്ചു. സാറാമോ? അവൻ ആർദ്രമായി അവളെ വിളിച്ച് അവനവളുടെ മുഖത്തേക്ക് നോക്കി. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല വേണ്ടേ. നിന്നെ എനിക്ക് വേണം. ഈ ഡേവിസിന്റെ പെണ്ണായിട്ട് നീ തറവാട്ടിലുണ്ടാവണം എന്നും. കേട്ടത് എന്താണെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു. ശേഷം അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു.
ഇല്ല ഇച്ചായ, ഞാൻ ഒരിക്കലും ഇച്ചാനി ചേർന്ന പെണ്ണല്ല. ഇപ്പം തന്നെ ഇച്ചാനി ഇങ്ങോട്ടേക്ക് വന്ന് ജനിയുടെ നിർബന്ധം കൊണ്ടാവും. അവളുടെ വാക്കിയിട്ട് എന്നെ കൂടെ കൂട്ടിയാൽ കുറച്ചാകുമ്പോൾ ഞാൻ ഇച്ചാനി ഒരു ബാധ്യതയാവും. അത് വേണ്ട. കഴിയെങ്കിൽ എനിക്ക് ദൂരെ എവിടെയെങ്കിലും ജോലി ശരിയായി തരുമോ? ആരും അറിയാത്തോട്ടത്തേക്ക് എന്നെ എത്തിക്കുമോ? അവനൊരു ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു. അപ്പം അതാണ് മോളുടെ പ്രശ്നം. ജനി നിർബന്ധിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നല്ലേ? എന്നാ നീ കേട്ടോ, ജനി എന്നോട് പറഞ്ഞു എന്നുള്ള സത്യ. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന്. അന്ന് നിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ട ദിവസം നിന്റെ എല്ലാ കാര്യങ്ങളും ജനിയോട് പറഞ്ഞു. സത്യം പറഞ്ഞ അന്ന് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞ നിന്നെ വിളിക്കാൻ. പക്ഷെ നീ ഫോൺ ഓഫ് ചെയ്തു. അന്നു മുതൽ എനിക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതാ. ആദ്യം കരുതിയത് നിന്നുള്ള സഹതാപാവുന്ന, പക്ഷെ വൈകാതെ ഞാൻ തിരിച്ചറിഞ്ഞു അത് നിന്നുള്ള വെറും സഹതാപമല്ല, പ്രണയമാണെന്ന്. നിന്നോട് സോറി പറയാനും എൻ്റെ ഉള്ളിലെ ഇഷ്ടം നിന്നെ അറിയിക്കാനും വേണ്ടിയാണ് ഞാനത് നിന്നെ വീട്ടിൽ കൊണ്ടുപോയത്. പക്ഷെ അന്നത് പറയാൻ കഴിഞ്ഞില്ല. ഇന്നലെ നിന്റെ കല്യാണം നടത്താൻ പോകണമെന്ന് ജെനി പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഞാൻ ഓർപ്പിച്ചതാ നിന്നാർക്കും വിട്ടുകൊടുക്കില്ല എന്ന്. അമ്മച്ചിക്ക് വാക്കുകൊടുത്തിട്ടല്ല ഞാൻ വന്ന്. നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളാന്ന്. എന്തേ വരില്ലേ എൻ്റെ കൂടെ? ആനവിടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആന അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരാശ്രയം എന്നോണം അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആന അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ത്രേസി എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഗോമസ് അങ്ങോട്ടേക്ക് എത്തി. അവള് റെഡിയായോ ത്രേസിയെ? ആയി കാണും, നോക്കാം. വരൂ ഗോമസ്. അവർ രണ്ടുപേരും സാറയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഡീ വാതിലോർക്ക്. എടീ നീ റെഡിയായില്ലേ? വാതിലോർക്കാൻ. ആർക്കും മുമ്പിൽ വാതിലോർക്കപ്പെട്ടു. പക്ഷേ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവർ തറഞ്ഞിന്ന് പോയി. അവളുടെ സാറയെ ചേർത്ത് പിടിച്ചൊരു ചെറുപ്പക്കാരൻ. അവളുടെ സാരി നന്നായി ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ മുടികൾ അഴിഞ്ഞുലഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ത്രേസിയുടെയും ഗോമസിന്റെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഡീ ആരടി ഇവൻ? ത്രേസ്യ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ പറയാണ്ടി, അവളോട് ചോദിക്കണ്ട. എന്റെ പേര് ഡേവിസൺ. ഇവളുടെ ആരാന്ന് ചോദിച്ച്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ കിട്ടിയാണ്. ഇന്നലെ രാത്രി കൃത്യം 12 മണിക്കത് കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ ഇവിടെ കഴുത്തിലൊരു മിന്നു കിട്ടി. അവൻ സാരിക്കിടയിൽ നിന്ന് അവിടെ മിന്നു പുറത്തേക്ക് എടുത്തിട്ടു. എടീ നിന്റെ ഞാൻ. ത്രേസ്യ ദേഷ്യത്തോടെ അവൾക്ക് നേരെ കൈ ഉയർത്തിക്കൊണ്ട് വന്നു. ഏയ്, എന്റെ പെണ്ണിനെ തൊട്ടാ ആ കൈ ഞാൻ വിട്ടും. അവൻ അവൾക്ക് മുമ്പിലായി വന്നു നിന്നു. നീ ആരോടാ ഈ കളിക്കുന്നറിയോ? ഗോമസ് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. നീ ആരായാലും എനിക്ക് പുല്ലാടാ. നീ മിന്നു കെട്ടിയെന്നും പറഞ്ഞ് ഞാനിവിടെ വിട്ടിട്ട് പോകുന്ന നീ കരുതണ്ട. ഈ മിന്നൊന്നും എനിക്ക് ഒന്നുമല്ല. ഞാൻ മോഹിച്ചത് ഇവിടെ ശരീരം മാത്രമാ. അത് സ്വന്തമാക്കുന്നത് ഞാനായിരിക്കും. അതെന്തൊരു വർത്താനാടാ ഗോമസേ. ഒരുത്തം കഴിച്ചതിന്റെ എച്ചിലാണോ നീ കഴിക്കാൻ പോകുന്നേ? അലറണ്ട. ഇന്നലെ രാത്രി എല്ലാ അർത്ഥത്തിലും ഇവിടെ എന്റെ ഭാര്യയായി. അവളുടെ കോലം കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ അവർക്ക് മനസ്സിലായി. ഇല്ലടാ, നീ കഴിച്ച എച്ചിലായാലും എനിക്ക് അവളെ വേണം. കാരണം എന്നെ ഒരുപാട് മോഹിപ്പിച്ചതാ ഇവള്. ഇവളെ ഞാൻ കൊണ്ടുപോയിരിക്കും. എന്നാ നീ ഇവിടെ ഒന്ന് തൊട്ട് നോക്കടാ. ഗോമസ് അവളെ പിടിക്കാനായി മുന്നോട്ടേക്ക് വന്നു. ഡേവിഡ് അവന്റെ കൈ പിടിച്ച് തിരിച്ചു. എന്റെ പെണ്ണിനെ തൊടാൻ മാത്രം ധൈര്യം ഉണ്ടോടാ ചെറ്റ നിനക്ക്? ഡേവിഡിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അവന്റെ കൈ അവളുടെ ദേഹത്ത് പതിച്ചു. ഇനി മേലാൽ ഇവളെ കുറിച്ച് നീ മനസ്സിൽ പോലും ചിന്തിക്കരുത്. കാരണം ഇവൾ എന്റെ പെണ്ണാ, ഈ ഡേവിഡിന്റെ പെണ്ണ്. പിന്നെ നിങ്ങൾ ഇവളുടെ അപ്പച്ചനും അമ്മച്ചിയും പോയപ്പോ കിട്ടിയ അവസരത്തില് ഇവളോട് സ്നേഹം നടിച്ച് കൂടെ കൂടിയതല്ലേ? ഇനി വേണ്ട. ഇവളുടെ അപ്പച്ചന്റെ അധ്വാനത്തിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും സ്വന്താക്കാന്ന് നിങ്ങൾ കരുതണ്ട. അതൊക്കെ ഇവൾക്ക് മാത്രമുള്ളതാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഇന്നൊരു ദിവസം സമയം തരും. അതിനുള്ളിൽ പെട്ടിയും പ്രമാണം എടുത്ത് പൊക്കോണം ഇങ്ങോട്ടേക്കാന്ന് വെച്ചാ ഇനി ഇവിടെ കണ്ടുപോയത് രണ്ടിനെയും. ഇല്ലെങ്കിൽ ഇത്രയും നാൾ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിന് നിങ്ങളുടെ പേരിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അത് വേണ്ടെങ്കിൽ വേഗം സ്ഥലം കാര്യാക്ക്. ഞാനിവിടെ കൊണ്ടുപോവാ. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ രണ്ടിനെയും ഇവിടെ കണ്ട പിന്നെ രണ്ടിനെയും താമസം സെൻട്രൽ ജയിലാവും. പറഞ്ഞേക്കാം. വഴി. അതും പറഞ്ഞ് ആനോടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒന്നും ചെയ്യാനാവാതെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു. ഡേവിഡ്സൺ അവളെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മച്ചിയും ജെനി അവരെ കാത്ത് ഉമ്മറത്തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആര് വന്നു ജെനി ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. മോളെ ജെനി. അവളും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മതി കരഞ്ഞ്. ജെനി അവളെ കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. കയറി വാ മക്കളെ, അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി അവളെ കുരിശ് വരച്ച് കൊന്ത കഴുത്തിൽ ചാർത്തി മെഴുകുതിരി നൽകി അവളെ സ്വീകരിച്ചു. അവൾ വലതുകാലം വെച്ച് അകത്തേക്ക് നടന്നു. കർത്താവിന്റെ രൂപത്തിനു മുന്നിൽ മെഴുകുതിരി വെച്ച് അവൾ പ്രാർത്ഥിച്ചു. ഇന്നത്തെ അവളുടെ പ്രാർത്ഥന കർത്താവിനോടുള്ള നന്ദി പ്രാർത്ഥനയായിരുന്നു. ആ നരകത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചേന്. മോളെ ജെനി, നീ ഇവളെ കൂട്ടി മുറിയിലേക്ക് ചെല്ല്. ചെന്ന് മോൾക്ക് ഡ്രസ്സ് മാറ്റാൻ സഹായിക്കുക.
സാറ മോളെ ഇവളോടൊപ്പം പോയി മോള് റെഡിയാവ്. നമുക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ ചെന്ന് മിന്ന ആശീർവദിച്ച് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി വേണം നിങ്ങൾ പുതിയ ജീവിതം തുടങ്ങാൻ. മോനെ നീയും പോയി റെഡിയാവ്. ശരി അമ്മച്ചി. എല്ലാവരും റെഡിയാവാനായി പോയി. ഡി ഇനി ഇച്ചായ നിന്റെ ആൻറ്റിയോടും കോമസിനോടും പറഞ്ഞ പോലെ ഇന്നലെ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ കഴിഞ്ഞോ? സാറേ സാരി ഉടുപ്പിക്കുന്നതിൽ ജെനി ചിരിയാലെ ചോദിച്ചു. ഒന്ന് പോടിയാടുന്നു. ആ ഇച്ചായൻ ചുമ്മാ പറഞ്ഞ ആണോ? എന്തോ എനിക്ക് എൻ്റെ ഇച്ചായൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. പൊടി പൊട്ടി. ജെനി ചിരിച്ചു. ആ ചിരിയിൽ അവളും ചേർന്നു. എല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ശേഷം അച്ഛൻ്റെ അടുത്ത് നിന്ന് അവർ ഉണ്ടായതൊക്കെ പറഞ്ഞു. അവരുടെ ആഗ്രഹപ്രകാരം അച്ഛൻ മിന്നെ ആശീർവദിച്ച് അവരെ അനുഗ്രഹിച്ചു. ആ ഒരു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ശേഷം അവർ ഒരുമിച്ച് സദ്യ ഉണ്ടാക്കി. മോളെ അവൻ മുറിയിൽ പോയിട്ടുണ്ട്, മോൾ അങ്ങോട്ടേക്ക് ചെല്ല്. ട്രീസാമ പറഞ്ഞു. വേണ്ട അമ്മച്ചി, ഞാൻ പിന്നെ പോയിക്കോളാം. അയ്യടാ അങ്ങനെ ഇപ്പം എൻ്റെ മോള് സൂയിക്കണ്ട, വേഗം മുറി പോയി. ജെനി അവളെ ഉന്തിത്തള്ളി വിട്ടു. ജെനി പ്ലീസ്. ഒരു പ്ലീസുമില്ല, മോള് ചെന്നേ. പോയി. ജെനി അവളെ തള്ളി മുറിയിൽ കൊണ്ടുവന്നാക്കി. ഡി പ്ലീസ് എന്നെ ഒറ്റക്കാക്കലടി പ്ലീസ് ഡി. അയ്യടാ പോടി അവിടുന്ന്. എന്താ രണ്ടുപേരും കൂടെ അവിടെ ഒരു സ്വകാര്യം? വാഷ്റൂമിൽ നിന്നിറങ്ങിയ ഡേവിച്ചൻ ചോദിച്ചു. ഒന്നില്ല ചായ, ഇവൾക്ക് ഒറ്റയ്ക്ക് ചായൻ്റെ അടുത്തേക്ക് വരാൻ പേടിയാന്ന്. എന്നെ വിടാതെ പിടിച്ചേക്കാ ഇവള്. എട്ടി തുഷ്ടേ. സാർ അവളെ നോക്കി കണ്ണുരുട്ടി. അവളുടെ പേടിയൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം, മോള് താഴേക്കില്ലേ? ശരി ചായ, ഓക്കെ ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്. അതും പറഞ്ഞ് ജെനി താഴേക്ക് ഓടി. ഡി ജെനി നിക്ക്. എന്നാടി, ഞാൻ എന്നെ വല്ല ഭീകരജീവിയാണോ എന്നെ പേടിക്കാൻ? അവൾക്കടുത്തേക്ക് വന്ന് ഡേവിച്ചൻ ചോദിച്ചു. അല്ല അത് പിന്നെ ഞാൻ. എന്താ? അവൻ അവൾക്കടുത്തേക്ക് നീങ്ങുന്നു. അവൾക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളെ പിടിച്ചു വലിച്ച് മുറിക്കകത്താക്കി വാതിലടച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. എന്താ വേണ്ടേ? ഇത്രക്ക് പേടിയാണോ എന്നെ? ആളെ ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു. ആളൊന്നും മിണ്ടിയില്ല. അവൻ അവളുടെ മുഖം പിടിച്ച് ഉയർത്തി. സാറാമോ? നേർമയായി അവൻ വിളിച്ചു. എന്ത്? ആളൊന്നുമില്ലെന്ന് തലയാട്ടി. ദേ എന്നെ നോക്ക് പെണ്ണേ. അവനവളുടെ മുഖം കയ്യിലെടുത്തു. അവളുടെ നെറുകയിൽ ഉമ്മവച്ചു. തന്റെ ഇച്ഛായന്റെ ആദ്യ ചുംബനം. അവൾ മിഴികളടച്ചു. സാറാ. അവനവളുടെ കാതിൽ മെല്ലെ വിളിച്ചു. മെല്ലെ അവളൊന്ന് മൂളി. അവൻ അവളെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു. അവൾ തന്നെ മാറോട് ചേർത്ത് പിടിച്ചു. അവൾ കണ്ണുകളടച്ച് അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. അവനവളുടെ മുടികളിലൂടെ വിരലോടിച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. പെണ്ണ്, നമുക്ക് റൈഡ് പോയാലോ? ഇപ്പോഴോ? ആ ഇപ്പൊ തന്നെ. അത് അമ്മച്ചി വഴക്ക് പറയില്ലേ ഈ രാത്രി പോയാ? അമ്മച്ചിയും ജെനിയൊക്കെ ഉറങ്ങി കാണും. ആരും അറിയാൻ നമുക്ക് പോവാം. നേരം വെളുക്ക് പിന്നെ തിരിച്ചെത്താം. നമ്മുടെ ജീവിതത്തിൽ എന്ന് ഓർക്കാൻ പറ്റുന്ന ഈ രാത്രി നമുക്ക് കളർഫുൾ ആക്കണ്ടേ? പോവാം. എന്നാ വാ. ആറുമേലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഹാളിലെ വാതിൽ പുറത്തുനിന്ന് അടച്ചു. ശേഷം അവൻ ബുള്ളറ്റ് മെല്ലെ ഉരുട്ടി റോഡിലേക്ക് ഇറങ്ങി. ഗേറ്റ് അടച്ച് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആളവന് പിന്നിൽ കയറി. ആ തണുപ്പിലൂടെ അവന്റെ ബുള്ളറ്റ് നീങ്ങി. ആളവനെ കെട്ടിപ്പിടിച്ചിരുന്നു. അവൻ മിററിലൂടെ അവളെ നോക്കി. ആളുടെ മുഖത്തെ സന്തോഷം അവന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിച്ചു. ബുള്ളറ്റ് ചെന്നിന്ന് ഒരു കുന്നിൻ ചെരുവിലാണ്. അവിടെ നിന്ന് നോക്കിയാൽ നിലാവെളിച്ചത്തിൽ മനോഹരമായ പ്രകൃതി ഭംഗി കാണാമായിരുന്നു. ആറ് ബുള്ളറ്റിൽ നിന്നിറങ്ങി. ആളെയും ചേർത്ത് പിടിച്ചവൻ നടന്നു. കുറച്ച് നടന്ന ശേഷം അവരടുത്ത പുൽത്തകിലിരുന്നു. എന്ത് ഭംഗിയാച്ചേ ഇവിടെ കാണാൻ. അതല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അവൾ അവന്റെ തോളിൽ തല ചേർത്ത് കിടന്നു. അവനവളെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറുകയിൽ തന്റെ അധരങ്ങൾ ചേർത്തു. തണുപ്പ് കൂടിയപ്പോൾ അവൾ തന്റെ സാരി പിടിച്ച് തോളിലൂടെ പുതച്ചു. എനിക്കൊന്ന് തണുക്കുവാടോ പറഞ്ഞുകൊണ്ട് അവൻ സാരി പിടിച്ച് അവനും പുതച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ടത് തണുപ്പ് കൊണ്ട് വിറക്കുന്ന അവളുടെ അധരങ്ങളാണ്. അവനൊരു ചിരിയാലെ അവളെ ചേർത്തു പിടിച്ചു. അവൾ അവനെ നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. എന്തേ, നന്നായിട്ട് തണുക്കുന്നുണ്ടോ? ഈ തണുപ്പ് ഞാൻ മാറ്റി തരട്ടെ? അവനൊരു കുസൃതിയാൽ അവളോട് ചോദിച്ചു. അവളുടെ മുഖം നാണത്താൽ ചുവന്നു. അവൻ മേലെ അവളുടെ മുഖം തന്റെ കൈക്കുള്ളിലാക്കി വിറക്കുന്ന അവളുടെ അധരങ്ങളിൽ തന്റെ അധരങ്ങളാൽ ചൂട് പകർന്നു. അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ അധരങ്ങൾ മൃദുവായി നുണഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കൈകൾ സ്ഥാനം തെറ്റിയ സാരിക്കിടയിലൂടെ അവളുടെ വയറിൽ അമർന്നു. അവൾ മിഴികൾ പൂട്ടി അവൻ ഇറുകെ പുണർന്നു. ഇരു ശരീരങ്ങളും ചൂട് പിടിച്ചു. അവനവളുടെ അധരങ്ങൾ വേർപ്പെടുത്താതെ തന്നെ അവളെ പുൽത്തകിടിലേക്ക് ചായ്ച്ചു കിടത്തി അവളുടെ നെഞ്ചിൽ മുഖം ചേർത്തു. ആ കൊടും തണുപ്പിലും അവരുടെ ശരീരങ്ങൾ ചൂട് പിടിച്ചു. ആവേശത്തോടെ അവളുടെ ശരീരം അവൻ സ്വന്തമാക്കി. അവരുടെ പ്രണയ സംഗമത്തിന് പ്രകൃതി സാക്ഷിയായി. അവന്റെ നഗ്നമായ നെഞ്ചിൽ തലയേർത്തി കിടക്കുകയാണ് അവൾ. അവന്റെ കൈകൾ അവളുടെ മുടിയിഴകളെ തലോടിക്കൊണ്ടിരുന്നു. ഇരുചുണ്ടിലും മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു നിന്നു. രണ്ടുപേർക്കും പരസ്പരം നോക്കാനായില്ല. പക്ഷെ അവരുടെ മനസ്സുകൾ സന്തോഷത്താൽ തുടികൊട്ടുകയായിരുന്നു. മോളെ,
പോണ്ടേ? എന്നാ എഴുന്നേക്ക്. കുറച്ചുകൂടെ. ആളവനൊന്നുകൂടെ ചേർത്ത് പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ അധരങ്ങൾ ചേർത്തു. കുറച്ച് സമയത്തിന് ശേഷം, ഡീ സാറാമോ, എണീക്കടി, പോ, നേരെ വിളിക്കാറായി. അമ്മച്ചി എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീടെത്തണം. ഇല്ലെങ്കിൽ ഈ തണുപ്പ് നിന്നെയും കൊണ്ട് പുറത്തിറങ്ങിയതിന് എനിക്ക് നന്നായിട്ട് കിട്ടും. അവരെഴുന്നേറ്റു. അവൻ ഷർട്ട് എടുത്തിട്ടു. അവൾ തന്നെ സാരി നേരെയാക്കി. ആ തണുപ്പിലൂടെ അവന്റെ ബുള്ളറ്റ് പാഞ്ഞു. അവൻ ഗേറ്റിന് മുമ്പിൽ ബുള്ളറ്റ് നിർത്തി. അവൾ ഇറങ്ങി ഗേറ്റ് തുറന്നു. അവൻ വണ്ടി ഓഫ് ചെയ്ത് ഉരുട്ടിക്കയറ്റി. അവൾ ഗേറ്റ് അടച്ച് അവന്റെ പിന്നാലെ പോയി. ഡോർ തുറന്ന് ഇരുവരും അകത്തേക്ക് കയറി. മുറിയിൽ പോയി ഫ്രഷായി. അവൻ ഫ്രഷായി വന്നപ്പോൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി തോർത്തുന്നവളെ കണ്ട് അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ കഴുത്തിൽ ഉമ്മ വെച്ചു. ഈശായ. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. എന്താ വേണ്ടേ? എന്തേ മതിയായില്ലേ കുറുമ്പ് കാണിച്ച്? ഇല്ല, ഈ കുറുമ്പ് എത്ര കാണിച്ചാലും മതിയാവില്ല വേണ്ടേ. അവൻ വീണ്ടും അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. ഈശായ വിട്ടേ, മതി കൊഞ്ചിയത്. പറ്റില്ല, എനിക്ക് വേണം. അവൻ അവളെയും പൊക്കിയെടുത്ത് പെട്ടിലേക്ക് മറിഞ്ഞു. ഈശായ എന്നെ താഴെ നിർത്തും പ്ലീസ്. ഇല്ല മോളെ, എനിക്ക് നിന്നെ സ്നേഹിക്കണം, കൊതി തീരുവോളം. ഈശായ. അവളുടെ എതിർപ്പുകൾ അവന്റെ ചുംബനത്തിൽ ഇല്ലാതായി. അവനവളുടെ ഇരു കൈകളും കോർത്തു പിടിച്ച് അവളുടെ അതരങ്ങൾ സ്വന്തമാക്കി. അവളുടെ അടഞ്ഞ മിഴികൾ കണ്ട അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ ആവേശത്തോടെ അവളിലേക്ക് ചേർന്നു. ഇരുവരും തങ്ങളുടേത് മാത്രമായ സുന്ദര നിമിഷങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്നു. 2 ദിവസത്തിന് ശേഷമാണ് ജെനിയും സാറയും കോളേജിൽ പോയത്. ഡേവിഡ്സനാണ് രണ്ടുപേരെയും കോളേജിലാക്കിയത്. കാറിൽ നിന്നും ചിരിയോടെ ഇറങ്ങി വരുന്ന ജെനിയെയും സാറയെയും കണ്ട ലേയുടെ മുഖം കോപത്താൽ ചുവന്നു. സാറയെ ഡേവിഡ്സൺ കല്യാണം കഴിച്ചു എന്ന കാര്യം ജെനി കോളേജിൽ എല്ലാവരോടും പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി സാറയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടിയതിൽ. പക്ഷേ ലയ, അവൾക്കത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ ആ ദേഷ്യം സാറയോട് തീർത്തു. പലപ്പോഴും അവളെ പല രീതിയിലും കൊടുക്കാൻ നോക്കിയെങ്കിലും അതിൽ നിന്നെല്ലാം സാറ രക്ഷപ്പെട്ടു. ഒടുവിൽ സാറയെ കൊല്ലാനൊരു ശ്രമം നടത്തി. അതുകൂടിയായപ്പോൾ ഡേവിഡ്സന്റെ സകല നിയന്ത്രണവും പോയി. അവൻ അവൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ അവളുടെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് അതെല്ലാം അവൾ ഒതുക്കി. എന്നാൽ തന്റെ പെണ്ണിനെ കൊല്ലാൻ തയ്യാറായ അവളെ അങ്ങനെ വെറുതെ വിടാൻ അവന് കഴിഞ്ഞില്ല. അവളുടെ വീട്ടിൽ കയറി അവളെയും കുടുംബത്തെയും മൊത്തത്തിൽ അവൻ പൊട്ടിച്ചു. ഇനി തന്റെ പെണ്ണിനെ തൊട്ടാൽ എല്ലാത്തിനെയും പച്ച കത്തിക്കെന്ന് പറഞ്ഞ് അവനോടൊന്ന് പോയി. പിന്നെ അവളുടെ ശല്യം സാറൊക്കെ ഉണ്ടായില്ല. ഡേവിഡ്സനും സാറയും സന്തോഷത്തോടെ തങ്ങളുടെ ജീവിതം ആസ്വദിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ജെനിയുടെ കല്യാണമാണ്. രാവിലെ പള്ളിയിലേക്ക് പോകുന്നതിനായിട്ട് ഒരുങ്ങിയാണ് സാറ. അപ്പോഴാണ് ഡേവിഡ്സൺ അങ്ങോട്ടേക്ക് വന്നു. അല്ല വേണേ, ഇന്ന് ജെനി കൊച്ചിന്റെ കല്യാണം. അല്ലാതെ നിന്റെ അല്ലേടി സാറ കൊച്ചേ. മതി മേക്കപ്പ് ഇട്ടത്. ഇനിയും ഒരുങ്ങിയാലേ നിന്റെ വല്ലമാരും അടിച്ചോണ്ട് പോകും. എന്റെ കൊച്ചിന് അമ്മയില്ലാണ്ടാവും. അയ്യടാ പോടന്നു. അടുത്തു വന്ന് പറഞ്ഞ അവൾ തള്ളി മാറ്റി. അതേ, എന്റെ കൊച്ചിന് മേക്കപ്പ് ഒന്നും കൂടാതെ തന്നെ കറുത്താവ് സൗന്ദര്യം വാരിക്കൊരി തന്നിട്ടുണ്ടല്ലോ ഡേ. അതുകൊണ്ട് എന്റെ സാറ കൊച്ചിനുള്ള സൗന്ദര്യം മതി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഇച്ചിരി ഉള്ളൂ ഈശായ. അതേ സാറ കൊച്ചേ. എന്താ മോനെ ഈശായ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഏയ് ഒന്നുമില്ല. അവനവളെ കെട്ടിപ്പിടിച്ചു. എന്തൊന്നുമില്ലെന്ന് വിട്ടുവിട്ടേ, എനിക്ക് വയ്യനി ഒരുങ്ങാൻ. പ്ലീസ് ടീ, നിന്റെ ചക്കരയല്ലേ, എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്നറിയാം. നിന്നെ ഈ സൗന്ദര്യം കാണുമ്പോ എനിക്ക് നിന്നെ ഇങ്ങനെ അടിച്ച് തിന്നാൻ തോന്നുവാ. അയ്യടാ മതി കൊഞ്ചിയത്. ആളിലേക്ക് മുഖം അടുപ്പിച്ച് അവനെ തടഞ്ഞവൾ പറഞ്ഞു. അലിച്ചായ, നമ്മുടെ മോളെവിടെ? ആളോ അമ്മച്ചിയുടെ അടുത്തുണ്ട്. ഓ, മോളെ അമ്മച്ചിയുടെ അടുത്താക്കിയിട്ട് മോക്ക് കൊഞ്ചാവന്നല്ലേ? പിന്നെ എനിക്ക് എന്റെ പെണ്ണിനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നില്ലെങ്കിലേ എന്തുവരെ എനക്കേടാ പെണ്ണേ. മോന്റെ ഏനക്കേടൊക്കെ ഞാൻ പിന്നീട് തീർത്തരാം. ഇപ്പൊ താഴേക്ക് ചെല്ല്. സാറക്കൊച്ച്. ആ സാറ് കൊച്ചിനെ പറയുന്നത്. വേഗം ചെല്ല്, അവിടെ ഞാൻ തിരക്കുന്നുണ്ടാവും. പെണ്ണിന്റെ ആങ്ങളെ. എന്നൊരു ഉമ്മെങ്കിലും താടി പ്ലീസ്. അവൻ കെഞ്ചെന്ന് കണ്ടിട്ട് അവൾക്ക് കൊടുക്കാതിരിക്കാനായില്ല. അവൾ അവന്റെ കവിളിലൊരു ഉമ്മ കൊടുത്തു. തൽക്കാലം ഇത് മതി. പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ പിന്നെ വാങ്ങിക്കോളാം എടടി. ആയിക്കോട്ടെ. അപ്പോഴാണ് താഴെ നിന്ന് അമ്മച്ചേനെ വിളിച്ച്. ദേ വരുമോ അമ്മച്ചി? ദേ അമ്മച്ചി വിളിക്കുന്നു, വേഗം ചെല്ല്. ഓ, പക്ഷേ അതിനു മുമ്പ് എന്താ? അതിനു മുമ്പ് എന്റെ പെണ്ണിന് ഉമ്മ വേണ്ടേ? അവനവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. എന്താ ഇത്? അതെ, ഞാൻ പോവാ, വേഗം താഴേക്ക് വാ. ശരി ചായ. അവൻ താഴേക്ക് പോകാൻ നോക്കി. അവളൊന്ന് പുഞ്ചിരിച്ചു. ആൾ താരക്ക് മുമ്പിൽ വെച്ച് ജെനിയുടെ കഴുത്തിൽ ആൽബിൻ മിന്നിയെട്ടി അവളെ ജീവിത സഖിയാക്കി. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ജെനി ആൽബിനൊപ്പം അവന്റെ വീട്ടിലേക്ക് യാത്രയായി. നിറകണ്ണുകളോടെ അവരവൾ പോകുന്നത് നോക്കി നിന്നു.
മകളെ പിരിയുന്ന സങ്കടത്തിൽ അമ്മച്ചിയും പെങ്ങളെ പിരിയുന്ന സങ്കടത്തിൽ ഡേവിസിനും കൂട്ടുകാരിയെ പിരിയുന്ന സങ്കടത്തിൽ സാറയും അവളെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും ഡേവിസിന്റെയും സാറുടെയും കുഞ്ഞു മാലാക 2 വയസ്സായ മറിയം സാറ ഡേവിഡ് അവന്റെ കയ്യിലിരുന്ന് അവന്റെ മീശ പിടിച്ചു വലിച്ച് കുസൃതി കാണിക്കുന്നുണ്ടായിരുന്നു. സങ്കടപ്പെട്ട് നിൽക്കുന്ന സാറയും അമ്മച്ചയും കൂട്ടി അവൻ വീട്ടിലേക്ക് വന്നു. 2 ദിവസം എല്ലാവർക്കും സങ്കടമായിരുന്നു. പിന്നെ പതിയെ എല്ലാവരും അവരുടേതായ തിരക്കിലേക്ക് പോയി. ഇടയ്ക്കൊക്കെ ജെനി വരും. അവൾക്ക് എല്ലാവരെയും പിരിയുന്ന സങ്കടം ഉണ്ടെങ്കിലും അയാൾബിന്റെ സ്നേഹത്തിൽ അവളെല്ലാം മറക്കും. ആ വീട്ടിൽ മറിയം എന്ന കുഞ്ഞാറ്റയുടെ കളിച്ചിരികളിൽ നിറഞ്ഞു നിന്നു. ആ കളിച്ചിരിയിൽ അവരും പങ്കുചേർന്നു. സന്തോഷകരമായ ജീവിതം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങി.